ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ നമുക്ക് തന്നേക്കുവാണ് 1 + i ദ ഹോൾ റേസ്ഡ് 4 ആണെന്ന് വെച്ചു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 1 + i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 + i ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 + i ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് 2i ആണ് ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 2i ആണ്. ഇവിടെ സെപ്പറേറ്റ് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നോക്കിക്കേ 2 × 2 4 വരും ഇൻറ്റു i സ്ക്വയർ വരും. i സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? -1 ആണ്. അപ്പോൾ 4 × -1. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -4 വരും. ഒന്നാമത്തെ ആൻസറായി. ഇവിടെ നമ്മൾ ഈ ലെവൽ 1 നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി പഠിക്കണം. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കുന്നത് നമ്മൾ ലെവൽ 1 ആണ്. ലെവൽ 1 എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റും അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എല്ലാം ഉൾപ്പെടുത്തിയാണ്. അതും ഒരേ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. നമുക്ക് സെക്കൻഡ് ഇയർ ടോപ്പിക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ +1 വരുമ്പോലെ തന്നെ ഓരോന്നും തരംതിരിച്ച് 2 ടെസ്റ്റാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ആ ടോപ്പിക്കെല്ലാം ഇത് നല്ലവണ്ണം ഭംഗിയായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഇതൊക്കെ നമ്മളെന്താണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഇത് മാക്സിമം കുട്ടികളിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യണം കേട്ടോ. ദ നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിളോട് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് 2 ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നത് 1 - i ദ ഹോൾ റേസ്ഡ് 4 ആണെന്ന് വെച്ചു. 1 - i ദ ഹോൾ റേസ്ഡ് 4 ഇതുപോലെ നമുക്ക് എഴുതാം. 1 - i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - i ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ -2i വരും. ഇതെന്ന് പറഞ്ഞാൽ -2i വരും. അപ്പം മൈനസും മൈനസും ഓൾറെഡി പോസിറ്റീവ്. 2 × 2 4 വരും. i × i സ്ക്വയർ വരും. അപ്പോൾ നമ്മുടെ 4 വരും ഇൻറ്റു -1. അപ്പോൾ ആൻസർ -4 വരും. ആൻസറായി. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 1 + i ദ ഹോൾ റേസ്ഡ് 6 ആണെന്ന് വെച്ചാൽ മൂന്നാമത്തെ എക്സാമ്പിൾ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വെച്ചാൽ 1 + i ദ ഹോൾ സ്ക്വയർ 1 + i ദ ഹോൾ സ്ക്വയർ 1 + i ദ ഹോൾ സ്ക്വയർ. ഇതിന് ഓരോന്നിനെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം അല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് 2i എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 2i എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 2i എന്ന് എഴുതാം. ഓരോന്നും 2i ആണ്. പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവ് 2, മൈനസ് ആണ് -2i. എത്ര രണ്ടെണ്ണം നോക്കിയേ? 2 × 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. i × i സ്ക്വയർ. ഈ i അങ്ങനെ തന്നെ എഴുതി. ഈ i സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? -1 അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു i അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -8i എന്നായി. അപ്പോൾ ആൻസർ എന്തായി? -8i. ഇതുപോലത്തെ ഒരു എക്സാമ്പിൾസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം കേട്ടോ. 4th എക്സാമ്പിൾ 1 - i ഇവിടെ പ്ലസ് ആണ് പറഞ്ഞത്. അപ്പോൾ 1 - i ദ ഹോൾ റേസ്ഡ് 6, 1 - i ദ ഹോൾ റേസ്ഡ് 8, 1 + i ദ ഹോൾ റേസ്ഡ് 8. ഈ ഒരു 3 പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ.